ഞാനൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. വേവ്സ് ആൻഡ് ബ്ലൂംസ് തൃശ്ശൂർ നെഹ്റു നഗർ കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയിരുന്ന എക്സിബിഷൻ കം സെയിലിൽ ഞാനും എൻ്റെ 2 നാത്തുമാരും പങ്കെടുത്തിരുന്നു. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. രാവിലെ 9:30ക്കാണ് ഉദ്ഘാടനം പറഞ്ഞിരുന്നത്. പക്ഷേ ഹാള് 7 മണിക്ക് തന്നെ ഓപ്പൺ ആവുമെന്ന് പറഞ്ഞിരുന്നു, നമുക്ക് ടേബിളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ എത്തുമ്പോൾ തന്നെ ഒരുവിധം ടേബിളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ എൻ്റെ 2 നാത്തുമാര് ഡ്രസ്സ് സ്റ്റാൻഡിലും ടേബിളിലൊക്കെ സെറ്റ് ചെയ്യുന്ന തിരക്കിലാണ്. ഇത്ത കുക്കീസ്, കേക്ക്, മാക്രോൺസ് അങ്ങനെയുള്ള ഐറ്റംസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഡ്രസ്സൊക്കെ സെറ്റാക്കിയതിനു ശേഷം ഇക്കും ആങ്ങളെയും ഇത്തിയും ഞാനും എല്ലാവരും കൂടി നമ്മളെ ഐറ്റംസ് ഒക്കെ ടേബിളിലൊക്കെ റെഡിയാക്കി. ഇത്താൻ്റെ ഐറ്റംസ് ഒക്കെ ആദ്യം ടേബിളിൽ റെഡിയാണ്. ഞങ്ങൾ 2 കൂടി ഒരു ടേബിൾ ഷെയർ ചെയ്യാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഉദ്ഘാടനം ആകുമ്പോഴേക്കും എല്ലാം സെറ്റായി. പരിപാടിയുടെ ഉദ്ഘാടനം ഗോപു നന്ദിരത്ത് ജിമാർട്ട് ഡയറക്ടർ ഐശ്വര്യയും പ്രശസ്ത സംരംഭക ഡോണ ഡെന്നിയും ചേർന്നാണ് നിർവഹിച്ചത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 50-ലധികം വെൻഡേഴ്സ് ഈ ഒരു എക്സിബിഷന് പങ്കെടുക്കുന്നുണ്ട്. നവംബർ 14-ാം തീയതി ആയിരുന്നു എക്സിബിഷൻ നടന്നത്. അപ്പൊ അന്നേ ദിവസം ശിശുദിനത്തിനോടനുബന്ധിച്ച് കുട്ടികളുടെ കുറച്ച് പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഗെയിം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നാത്തൂന് ഓൺലൈനായിട്ടും ഡ്രസ്സിന്റെ ബിസിനസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ബോട്ടിക് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റഗ്രാം പേജിന്റെ പേര്. റസിയാസ് കിച്ചൺ എന്ന ബ്രാൻഡിൽ ഞാൻ ഉണ്ടാക്കുന്ന കുറച്ച് പ്രോഡക്ട്സ് ആണ് ഞാൻ എക്സിബിഷന് കൊണ്ടുപോയത്. ജാപ്പി, പീനട്ട് പോപ്സ്, പിന്നെ ചട്നിപ്പൊടി, ഇരുമ്പാമ്പുളി അച്ചാറ്, ബീഫ് അച്ചാറ്, പിന്നെ മീനച്ചാറ്, ഇതൊക്കെയാണ് ഞാൻ കൊണ്ടുപോയത്. ഇത്താൻ്റെ ബ്രാൻഡിന്റെ പേര് ആർട്ടിസ്റ്റിക് ഓവൻ എന്നാണ്. ഇത്തിം ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവര് കോണ്ടാക്ട് ചെയ്താൽ മതി. എൻ്റെ ബോട്ടിക്ക് റസിയാസ് കിച്ചൺ ആർട്ടിസ്റ്റിക് ഓവൻ 3 നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ ഇതുപോലുള്ള ഒരു എക്സിബിഷനിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. ഇനിയും അവസരം കിട്ടുകയാണ്, സാഹചര്യം അനുകൂലമാണെങ്കിൽ ഇതുപോലുള്ള എക്സിബിഷനൊക്കെ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഡ്രസ്സ്, ചെരുപ്പ്, ടോയ്സ്, ചെടി തുടങ്ങിയ ഒരുവിധ എല്ലാ ഐറ്റംസും എക്സിബിഷൻ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഫ്രണ്ട് റീനും എൻ്റെ കസിൻ മുന്തസും എക്സിബിഷൻ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അവർ 2 ഞങ്ങൾ 3 അടുത്തു നിന്നും കുറേ സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നത്. പക്ഷെ ആ സമയത്ത് നമ്മളും ബിസി ആയത് കാരണം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. രാത്രി 9 മണി വരെ ആയിരുന്നു എക്സിബിഷൻ. ഞങ്ങള് മാക്സിമം സെയിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് 9 മണിയായിട്ട് തന്നെ ഞങ്ങളും പോന്നത്. എല്ലാവരും പോവാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പൊ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.